ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബാക്കി കുറച്ച് ഫുഡ് ബാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് അത് കഴിക്കാൻ പോവാണ്. So this is Swati, this is Kichu. They are my cousins. Oh my god, sorry. So Kichu കറി ആവശ്യമില്ല, കിച്ചു കറി ഇന്നത്തെ ആവശ്യമില്ല, ആവശ്യമുണ്ട്. ഇത് ഇന്നത്തെ ബാക്കി ചിക്കൻ ആണ്. ബട്ടർ ചിക്കൻ ആണോ? അങ്ങനെ ബട്ടർ ചിക്കൻ പിടിക്കാം രാവിലെ തന്നെ അങ്ങനെ ചിക്കൻ ഞാൻ കഴിക്കാറില്ല. പക്ഷെ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കും. ചില്ലി ചിക്കൻ നമ്മൾ അടുത്ത പൊറോട്ട എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ കോമ്പിനേഷൻ പോകും. ബീഫ് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നിട്ട്. ഓക്കെ, സോ ഇന്ന് ഡെയിലി വ്ളോഗാണ്. സോ ടുഡേ ഇല്ല കിച്ചു കുറേ പരിപാടീസ് ഉണ്ട് ഇന്ന്. അപ്പം പരിപാടീസ് ഉണ്ട് ഉണ്ടാക്കണം, അതാണ് ഡേ. സോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം അല്ലേ? സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഇവരെ മാത്രമല്ല, നമുക്ക് കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യിപ്പിക്കാനും ഉണ്ട്. റൈറ്റ്? We have Naughty, we have Daisy, right? Oh yeah. So they are from Bahrain. So you are from Bahrain. എവിടെയാണ്? കൻഫുരി എവിടെ? മനാമ. സോ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അയ്യോ, ഇന്നത്തെ പരിപാടികൾ എന്താന്ന് ചോദിച്ചാൽ എന്താണ് പറയുക, നമ്മൾ കിച്ചുവിന്റെ ഹെയർ കട്ടിന് പോകാണ്ട്, കന്നഡ മാറ്റാനുണ്ട്. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, ഇനിയിപ്പോ പ്ലാൻ ചെയ്യണം. അപ്പൊ ഉച്ചക്ക് നല്ലൊരു ഫുഡും നമ്മളെ കൺട്രോളിലുണ്ട്. ദിസ് ഈസ് മൈ ഗ്രാൻഡ് മദർ വസന്ത. ഇത് ചാനൽ ഓപ്പൺ ആക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പൊ നമ്മളെ കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അമ്മമ്മക്ക് ഇനിയും 1 ബില്യൺ അടിക്കാം. കാലിക്കറ്റിൽ ആദ്യമായിട്ട് 1 ബില്യൺ അടിക്കുന്ന ആയിരിക്കും അമ്മമ്മ. സോ ഡാഡ്, കുടുംബശ്രീന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് വേസ്റ്റ് എടുക്കാൻ. അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം മാമ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മാക്സിമം പരിപാടി എന്താ വെച്ചാൽ എൻ്റെ ഹൗ ടു മേക്ക് മണി ത്രൂ മസാജിങ്. റൈറ്റ്? കാലിൽ ചെയ്ത് കൊടുത്താൽ, മസാജ് ചെയ്ത് കൊടുത്താൽ അത് പണ്ട് ചെറുപ്പത്തിലേ ഉള്ള പരിപാടിയാണ് അല്ലേ? ചെറുപ്പത്തിലേ ഉള്ള പരിപാടിയാണ്. ഒന്നും കാലകാലം മസാജ് നമുക്ക് ചെയ്തിട്ടുള്ള പോക്കറ്റ് മണി കാര്യങ്ങളും. അങ്ങോട്ട് നോക്കൂ, സ്റ്റാർ ഓഫ് ദ മണി കെയർ. സോ ഇതാണ് ആദ്യമേ ഉള്ള പരിപാടിയാണ്. കാലിന് മസാജ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും പോക്കറ്റ് മണി കാര്യങ്ങൾ കിട്ടും. അത് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പൊ ഇപ്പോഴും എനിക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ പോലും അവിടെ നിന്നാണ് തരല്, അല്ലാതെ വീട്ടിൽ തന്നെയാണ് ഉള്ളമാര് പറയണല്ലോ. അപ്പം അപ്പൊ ഇന്നത്തെ എന്താ വെച്ചാല് ഒരു 1000 രൂപ വകുപ്പ് ഇപ്പൊ ശരിയായിട്ടുണ്ട്. കാലിന് വേനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്തൊരു 1000 രൂപ കിട്ടും. സോ അങ്ങനെ. സോ ഹീ ഫ്രം ബഹ്റൈൻ. എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? IBM-ന്റെ വൈസ്. IBM അല്ല, ബാങ്കിന്റെ സൗദിയിലാണ്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോയിട്ട് വരും. ഹോസ്റ്റേ പോയിട്ട് ബഹ്റൈനിൽ നിന്ന് ഹോസ്റ്റേ പോയിട്ട് സൗദിയിൽ പോയിട്ട് വരും. ഡെയിലി കമ്മ്യൂട്ട് ചെയ്യും. സോ ഇനി ഏകദേശം ഒരു മാസം, 2-3 വീക്സ് ഇവിടെ ആയുർവേദിക് സ്പാ ഒക്കെ ആയിട്ട് നമ്മളിവിടെ മഴ, മൺസൂൺ, കേരള ചെറിയ സ്മോൾ ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കും, നോക്കാം, അറിയില്ല. അതെ, അപ്പൊ നോക്കാം. ഫുള്ളായിട്ട് പ്ലാൻ ചെയ്യാണ്. അമ്മമ്മയ്ക്ക് പറയാനുണ്ടോ? മമ്മ ഉള്ളിക്കവിടെ പോയി ഉള്ളിക്ക് ഒളിപ്പിച്ചാഞ്ഞ് ഗൈസ്. കാര്യമായിട്ട് അപ്പുറത്ത് ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് ഇനി. അപ്പൊ വ്ളോഗ് എടുക്കാൻ വന്നപ്പോ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതാക്കി വെച്ച്. സോ അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നിപ്പോ രാവിലെ സമയം ഏകദേശം ഒരു 10 മണി 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള ജേർണി, അതാണ് ഇന്നത്തെ ഡേ. സോ പ്ലീസ് ജോയിൻ വിത്ത് us. സോ പക്ഷേ ഇതാണ് ഒരു $100 വർക്കുള്ള കാലാണ്.
അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഒരു ഡേ വർക്ക് ചെയ്ത് നമ്മൾ ഒരു 1000 രൂപയാണ് നമുക്ക് സാധാരണ കിട്ടുക. അത് ഞാൻ 1 മണിക്കൂർ കൊണ്ട് ദാറ്റ് ഇസ് ദ ഗെയിം പ്ലാൻ. മസാജിന്റെ ക്വാളിറ്റി ക്വാളിറ്റി കാരണം പൈസക്ക് ഇപ്പൊ നല്ല ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നല്ലോണം പണിയെടുക്കും ഇല്ലേ? നല്ലോണം എല്ലുമുറിയെ പണിയെടുത്താൽ ഫുഡ് മസാജ് ആണ്. അതാണ് ഇന്ന് ഫുഡ് മസാജ് ആണ്. ഇത് നല്ലൊരു കാല് കിട്ടിയിട്ട് നല്ലൊരു വൃത്തിയുള്ള ഒരു കാല് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെ മസാജ് ചെയ്ത് പഠിക്കാം അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മള് സ്പാ തുടങ്ങാൻ പോകുന്നു. അതും ഇതിന്റെ പൈസക്ക്, എല്ലാം ഇതിന്റെ പൈസയാണ്. ഞാനും നോക്കിക്കാൻ മാത്രമേ ഉള്ളൂ. സോ കിച്ചൂസ് അകത്ത് എന്ത് ചെയ്യാം? കിച്ചൂസ് ഓൺ ഗെയിമിംഗ് പരിപാടിയാണ്. ഈസ് എ വെരി ബിസി പേഴ്സൺ. സോ എപ്പോഴെങ്കിലും മസാജ് കിട്ടാൻ ഉണ്ടാക്കുക. കാരണം അവന്റെ കാര്യം തന്നെയാണ് നോക്കുന്നത്. സോ അപ്പൊ ഇന്നത്തെ നമ്മൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ആ പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമ്മള് എന്താണുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പം എന്താണെങ്കിലും അല്ലെ, അത് നിന്ന് നല്ല വൃത്തിയിൽ നമുക്ക് ഡേ സ്പെൻഡ് ചെയ്യാം. ഡേ അടിപൊളി സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സീനിൽ കാണാം. നമുക്ക് ലഞ്ച് എന്തോ ഒരു ബിരിയാണി പ്ലസ് ബീഫ് സ്റ്റൂ ആൻഡ് ഗീ റൈസ്. കുട്ടിച്ചർ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരുത്തിക്കണോ? മിക്കുമാർ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അതെ, അതാണ് നമ്മളെ പോയിന്റ്. നമ്മൾ കുട്ടിച്ചറിലേക്ക് പോകണം ഉച്ചയ്ക്ക്. അതെ, പിന്നെ അത് മാത്രല്ല നമുക്ക് ചെറിയ കിച്ചൂസിന്റെ ഹെയർ കട്ടും കാര്യങ്ങളും അങ്ങനത്തെ കുറെ പരിപാടി. അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഒരു ഫേഷ്യൽ സംതിങ്. മണി ഇസ് നോട്ട് പ്രോബ്ലം ഫോർ മീ. ഓക്കെ, മണി ഇസ് നോട്ട് പ്രോബ്ലം ഫോർ മീ. ഹെയർ കട്ട് ക്യാൻസൽ. കണ്ട ഇതാണ് എന്താ ചെയ്യാനപ്പോ നമ്മളെ പൈസ പോക്കറ്റിൽ നമ്മൾ എടുത്ത് ഇറക്കണം. മാസാവസാനാണ്, 5ാം തീയതി ശമ്പളം കിട്ടിയില്ല. അപ്പൊ എന്തൊക്കെ തന്നെയാണ് മുന്നോട്ട് പോണ്. അപ്പൊ സ്പോട്ട് കാണാൻ പറ്റിയ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ മാളില് ഒരു ബാലുശ്ശേരി ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല. ബാലുശ്ശേരി ബാലുശ്ശേരി സ്കൈ എന്തോ അതിന്റെ ഒരു ഇപ്പം നിങ്ങൾക്ക് ബാലുശ്ശേരി ഏരിയയിലെ ഏതെങ്കിലും നല്ല റിസോർട്ട്, നല്ല പ്രീമിയം റിസോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടണം. എവിടെയുള്ള വെച്ചാൽ അപ്പൊ നമ്മള് അവിടെ പോയിട്ട് അവർക്ക് ഇൻഷുറൻസ് പെട്ടെന്ന് കമന്റ് ഇട്ടാൽ പെട്ടെന്ന് പോകാം. കാരണം പെട്ടെന്ന് പോകുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വേണം. ഓക്കെ, ഇപ്പൊ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കൂടാതെ നമുക്ക് 2 ഫാമിലി മെമ്പർ കൂടെ ഉണ്ട്. സോ ഫസ്റ്റ് ടൈം ഐ എം ഇൻട്രൊഡ്യൂസിങ് യു വൈറ്റി. ദിവസം നല്ലോണം ഭക്ഷണം കഴിച്ച് കിടക്കാണ്. ദിസ് ഈസ് മൈ ബഡി വൈറ്റി. സോ ഇതാണ് ഞങ്ങളുടെ വൈറ്റി. സോ ഇത് ഫസ്റ്റ് നമ്മളെ പരിപാടി സ്പായിലേക്കാണ്. സ്പായിലെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. സോ 2 പോണ്. അപ്പോൾ അതാണ് ഡാഡ്. സിംഗാമൻ്റെ കാർ ചെയ്തായിരുന്നു അവിടെ ഉള്ളത്. റിച്ച് പീപ്പിൾ, കോസ്റ്റ്ലി ഫുഡ്, റിച്ച് പീപ്പിൾ. എന്താ ഓപ്പൺ ആവുന്നില്ല? Come on. സോ നമ്മൾ പോയി വരാം. നമ്മളിവിടെ കാരപ്പറമ്പ് അവിടെ വരെയാണ് പോണത്. സോ അടുത്ത സീൻ അവിടെ നിന്ന്. കിച്ചുന് ഏത് ഹെയർ കട്ടാ വേണ്ടേ? കിച്ചു ഒരു ഹാർഡ് ഫാൻ ഓഫ് ആരായിരുന്നു? റൊണാൾഡോന്റെ ഹാർഡ് ഫാൻ ആണ്. നിങ്ങൾ ഏതായിരുന്നു? ഗൈസ് മെസ്സി ഫാൻ ആണ്. മെസ്സിക്ക് ഇപ്പൊ ഇഞ്ചുറി എന്തോ ഫിറ്റാണ്. ഈശ്വര ഭഗവാനെ ഒന്നും ഉണ്ടാക്കല്ലേ.
അയാളെ ചെക്കനാണ്. ഫുട്ബോൾ അല്ല, ടേബിൾ ടെന്നീസിന്റെ മാസ്റ്റർ ആണ് ഗൈസ് ഇത്. അപ്പൊ അതിന്റെ നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ നോർമലി എവറി 3 months നമ്മള് ഗൈസ് ഇത് ഞങ്ങള് വെറുതെ കത്തിയടിക്കുന്നതല്ല, സീരിയസ്ലി ഈസ് എ പ്രോ പ്ലെയർ ഇൻ ദിസ്. ആക്ച്വലി നമ്മൾ അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലബുണ്ട്, ബ്രിട്ടീഷ് ക്ലബ് ഉണ്ട്, ഉമ്മലസം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൺട്രിയിലും ആൾക്കാരുണ്ടാവും. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്നത് പറയുന്നത് പാകിസ്ഥാനീസ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്, പിന്നെ ശ്രീലങ്കക്കാരുണ്ട്, പിന്നെ ഇന്ത്യൻസ് കുറച്ചുണ്ട്, പിന്നെ നോർമലി അറബ്സ്, അതായത് ബഹറിനി ഉണ്ട്, പിന്നെ സിറിയൻസ് ഉണ്ട്, പിന്നെ ഒരു ജപ്പാനീസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മള് എവരി 3 months അല്ലെങ്കിൽ എവരി ഒക്ടോബർ നമ്മള് ക്ലബിന്റെ ടൂർണമെന്റ് നടത്തും. അത് അടിപൊളിയാണ്. അതേപോലെ എവരി 3 അല്ലെങ്കിൽ 3-4 months നമ്മള് നോർമൽ ടൂർണമെന്റ്സ്, ഓപ്പൺ ടൂർണമെന്റ്സ് നടത്തും. അപ്പൊ അതിൽ ക്യാഷ് പ്രൈസ് കാര്യങ്ങൾ, ക്യാഷ് പ്രൈസ് എത്ര നിങ്ങളതിൽ കളിച്ചിട്ട് ഇപ്പൊ എത്ര ക്യാഷ്? ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു അതിന് മുമ്പ്, അതായത് ചൈനീസ് എംബസി വേഴ്സസ് ഫ്രഞ്ച് എംബസി. അത് അപ്പൊ ഞാൻ ചൈനീസിന് വേണ്ടി, ചൈന എംബസിക്ക് വേണ്ടി കളിച്ചു. എന്നിട്ട് ഞാനായിരുന്നു വിന്നർ. ട്രോഫി കിട്ടി. പക്ഷെ അത് ക്യാഷ് പ്രൈസ് ഒന്നുമില്ല. എന്നാലും നമ്മളൊരു 60 പേരുണ്ടായിരുന്നു കളിക്കാൻ. പക്ഷെ അതൊരു ഡിഫറെന്റ് വെറൈറ്റി ടൂർണമെന്റ് ആയിരുന്നു. പക്ഷെ അതില് വിന്നറായി. പിന്നെ എന്ന് പറഞ്ഞാല് ഇടക്ക് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ബ്രിട്ടീഷ് കപ്പിൽ ടൂർണമെന്റിൽ സെക്കൻഡ് റണ്ണറപ്പായി. പിന്നെ വേറെ 2 ഈജിപ്ഷ്യൻസ് ഉണ്ട്, അവരാണ് എപ്പോഴും വിൻ ചെയ്യുക. അവര് ഭയങ്കര പ്ലേയേഴ്സാണ്. അവിടെ ഒന്നും കൂടി കുറച്ച് ചെറുതായിട്ടൊക്കെ തോപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വലിയൊരു വിജയം ആവട്ടെ. പൊട്ടിക്കാൻ പറ്റുന്ന അതെ, നല്ല പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാതെ ലോകത്ത് ഒരു കാര്യമില്ല. എവരിതിങ് ഈസ് അബൌട്ട് പ്രാക്ടീസ്. പ്രോബ്ലം നമ്മള് എന്താ വെച്ചെങ്കിൽ ഒരു മിനിമം 2 to 3 hours പ്രാക്ടീസ് ചെയ്യണം. ഇവരൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര പ്രാക്ടീസാണ്. ടൈം കിട്ടാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അതിന്റെ ഒപ്പം ജോലിയും കൊണ്ടുപോകണം, ഫാമിലിയും കൊണ്ടുപോകണം, കാര്യങ്ങളും കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ജോലിയല്ല, ഫാമിലിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് കളിക്കണം. അതെ അതെ അതെ. അപ്പൊ ഉദ്ദേശിച്ചാല് ഈ പ്രഷർ വർക്കിന്റെ ഇടയിൽ നമ്മൾക്കൊരു നമ്മളെ പ്രഷർ മൊത്തം പോകും. നമ്മളൊന്ന് കളിച്ചൊരു 3-4 hours, നമ്മള് 6:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 9:30-10 വരെ കളിക്കും. അപ്പോഴേക്ക് നമ്മള് അന്നത്തെ പ്രഷർ മുഴുവൻ പോയി റീഫ്രഷ് ആയി വർക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടി. കിച്ചു പിന്നെ ഫുള്ള് ഗെയിമിങ്ങിന്റെ ആളാട്ടോ. ഗെയിമില്ല കിച്ചുവിന് കുറെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഗെയിമിങ്ങില്. അതിൽ ഏതെങ്കിലും ഒരു ഗെയിമിന്റെ ഇത് പറ, സാധാരണ കളിക്കുന്ന ബ്ലോക്സ് ഉണ്ട്, പിന്നെ FC25 നല്ലൊരു ഗെയിമറാണ്. ഗെയിമറാണ്. കുറച്ചുകൂടി ഇനി അങ്ങോട്ടേക്ക് ഹൈറ്റ്സിൽ പോട്ടെ. ഹൈറ്റ്സിൽ പോയിട്ട് ഇനിയിപ്പോ അടുത്തത് ഇനിയിപ്പോ എന്റെ എന്താ വെച്ചാല് പേയ്മെന്റ് ഒക്കെ നമ്മളെന്നെ മിക്കവാറും ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ. സോ നമ്മളിതാ ഇപ്പൊ കാരപ്പറമ്പ് അല്ലേ കിച്ചു പറയുന്നത്, എനിക്ക് പഠിക്കാൻ വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, അതുകൊണ്ട് ഗെയിം ഒന്ന് കുറച്ച് ഞാൻ ഡൗൺ ആക്കിയാലോ ആലോചിക്കാം. ഓക്കെ, പഠിത്തമാണ് ദ ഫസ്റ്റ് തിങ്. നമുക്ക് അതിനുള്ള ബാക്കി എന്താ കാര്യം നമുക്ക് ഫുള്ള് സെക്കൻഡറി ആണ്. നമ്മള് ഫസ്റ്റ് നമ്മളെ സ്റ്റഡീസും കാര്യങ്ങളാണ്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ നിലയിൽ എത്തിയത്, ഒരു ലോ ലെവലിൽ എത്തിയത്. അപ്പൊ ഇനിയിപ്പോ രക്ഷപ്പെടുന്നു പറയാനും പറ്റൂല. ഇത് ലൈഫാണ്, എവിടെയാണ് ക്ലച്ച് പിടിക്കുന്നത് പറയാനും പറ്റൂല. സോ നമ്മളത് സ്ഥലം എത്താനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ല റഷ് ഉണ്ട്. ഇന്ന് മൺഡേ അല്ലേ? ഇന്ന് മൺഡേ ആണ്. അത്യാവശ്യം റൂട്ടിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ എത്തി. നമ്മൾ ഇന്നത്തെ സ്പോട്ടാണിതാ, റോക്കി സാക്സ്. കുറേ കരുവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് വെയിലത്ത് കുറേ പോയിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട്. കിച്ചു അവിടെ ഹെയർ കട്ടിങ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ കുറച്ച് സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇവിടെ അധികം ആൾക്കാരില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാം. അധികം പോസ്റ്റും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സോ നോക്കിയാലോ.
സ്ക്രബിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് അടുത്തത് ഡീപ് ടാൻ്റെ പരിപാടിയാണ്. ഫേസ് സ്ക്രബ് ചെയ്ത് തന്നെ ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. സോ ഗൈസ്, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗിക്കാരൻ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്വിഗ്ഗി പാർട്ട്ണർ വൈഷ്ണവി ബാക്കിൽ വന്നു പോയെന്ന്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീഡിയോസിലാക്കുന്ന മറകൾ കാര്യങ്ങളൊന്നുമില്ല. ഓപ്പൺ ടു ഓൾ. സോ അങ്ങനെ ഇവിടെ നോക്കിയാൽ ആക്ച്വലി ഗൈസ് കാണാം. അതാണ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് സ്വൈപ്പ് ഔട്ട് ചെയ്താൽ സംഗതി കാണാം. ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ ഗൈസ്, ആ റോഡ് ഇതാ കയറിയിരിക്കുന്നു. അതാണോ? ഭയങ്കര വെയിലാണ് ഗൈസ്. അത് എത്തിയെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഫുഡ് റെഡി. നമ്മൾ സ്കൂളിൽ ഒക്കെ പറയുന്ന മാതിരി ടിന്ന് ബെല്ലും അടിച്ചിട്ട് ഫുഡ് റെഡി. ആ നമ്മൾ കഴിക്കുക. വരി, കുറേ വിളിക്കുന്നു. കൂട്ടി വരി, കഴിക്കണ്ടേ ഫുഡ്? വിശക്കുന്നു. It's the right time. Okay, and never will meet me. Sorry guys. You want some? Oh, ചോളൂ. ബീഫ് നല്ല അടിപൊളി ജ്യൂസി സീനാണ് ഗൈസ്. നല്ലോണം വെന്തിട്ടുണ്ട്. അടിപൊളി ബീഫ്. അത് ഈ കാലം ക്ലീനാണ്. നല്ല ക്ലീനാണല്ലോ വണ്ടി. അങ്ങനെ ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഈവനിങ് ടൈമിനുള്ള കലാപരിപാടികളാണ്. നമുക്ക് വൈകിട്ടൊന്ന് പുറത്തിറങ്ങണം, ഫുഡ് കൊടുക്കണം. ആ പരിപാടി, അതാണ് എൻ്റെ അജണ്ട. വൈകിട്ടിൻ്റെ ഫുഡ് എപ്പോഴാണ് റെഡി ആയത്? നീ കഴിക്കുന്നുണ്ടോ വൈകിട്ട്? അല്ല ജേസി ഫുഡ് കഴിക്കില്ല? രണ്ടെണ്ണം കൂടി എന്താ കണ്ട വേണ്ടിയിട്ട് വേണോ? എടുത്തോ. എടുത്തോ. ജേസി അവിടെ
ഇന്നത്തെ പരിപാടികൾ ഹോൾ ഡേ ഇല്ലേ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. ഇനി ഇത് എനിക്കുള്ള ഇനി ഇതാ മസാജ് സ്പാ അടിപൊളിയായിരുന്നു കേട്ടോ. റിയലി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളി മസാജ് ചെയ്തു. അപ്പൊ അതിന്റെ 1000 റുപ്പീസ് ഇത് സ്ക്രിപ്റ്റ് അല്ല ഗൈസ്, ഇത് സ്ക്രിപ്റ്റ് അല്ല. 1000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രൂഫാണ്. 1000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ഇനി അടിപൊളി മസാജ് ചെയ്യാം. ഇനി അഡ്വാൻസ് ഇങ്ങനെ വെക്കട്ടെ. സോ ഇറ്റ്സ് മീ അശ്വിൻ ഹിയർ. സോ വി ആർ സൈനിങ് ഓഫ്. See you. Bye bye.